ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന ചർച്ചയിൽ തന്നെ ഉയർന്നു വരുന്നില്ലേ, സിനിമ ഇതിനെ ഒരുപാട് രീതിയിൽ സ്വാധീനിക്കുന്നു, അങ്ങനെ മറ്റുള്ള കലാപരമായിട്ടുള്ള ആവിഷ്കാരങ്ങളൊക്കെ ഒരുപാട് രീതിയിൽ ഈ അക്രമത്തെയും ലഹരിയിലേക്കൊക്കെ മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ചൊന്നും പഠനം നടത്തിയിട്ടില്ല ഏത് രീതിയിലാണ് പക്ഷേ വളരെ ഉത്തരവാദപ്പെട്ട ആൾക്കാർ തന്നെ അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, ഇതൊക്കെ സ്വാധീനിക്കുന്നുണ്ട്, ഈ തെറ്റിലേക്ക് മനുഷ്യനെ പോകാൻ ഇതൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ. ഇപ്പോൾ പള്ളിയിൽ ഒരു അരമണിക്കൂർ ഉത്ബോധനം കിട്ടുന്നുണ്ടെങ്കിൽ ബാക്കി 12 മണിക്കൂറും 10 മണിക്കൂറും ആളുകൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും റീലും അതുപോലെ യൂട്യൂബും ഒക്കെ നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന പള്ളിയിൽ നിന്നൊരു ഉത്ബോധനം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന എക്സ് മുസ്ലിങ്ങൾ അവരുടെ യൂട്യൂബുകൾ അങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ചേർന്നതാണ് സമൂഹം എന്ന് പറയുന്നത്. അപ്പോൾ സമൂഹത്തെ വഴിതെറ്റിക്കുന്നതിൽ ഇപ്പോൾ ഈ മതവിശ്വാസികൾ, ഇപ്പം മതവിശ്വാസിയായിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും അയാളെ പോലും പല രീതിയിലും പല നിലക്കും പല കാര്യങ്ങളും സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് മതത്തെ മാത്രം ഇതിനൊക്കെ ഉത്തരവാദിത്തം മതമാണ്, അതല്ലെങ്കിൽ മതബോധനങ്ങളാണ് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ഇല്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുമില്ല. ഇത് വന്ന ഒരു അഭിപ്രായത്തെ ഞാൻ അങ്ങയുടെ മുന്നിൽ അത് പറഞ്ഞു എന്ന് മാത്രം. അത് അത്തരത്തിൽ മതത്തിന് കുറച്ചും കൂടെ കാര്യക്ഷമമായിട്ട് ഇടപെടാനുള്ള സാധ്യതകൾ ഇപ്പോഴും ഉണ്ടെന്നുള്ള കാര്യം തീർച്ചയായും മതം കൂടുതൽ ക്രിയാത്മകമായി കൂടുതൽ ഇടപെടണം എന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഓരോ കാലഘട്ടത്തിലും നമ്മുടെ ചെറുപ്പക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അതുപോലെ തന്നെ അവർക്ക് മനസ്സിലാവുന്ന ശൈലിയിലും അവരോട് ഇടപെടണം. അത് മതരംഗത്തുള്ള ആത്മീയ രംഗത്തുള്ള ആളുകൾ അവരുടെ പ്രഭാഷണങ്ങളും അവരുടെ ഡിബേറ്റുകളുമൊക്കെ കൂടുതൽ പോസിറ്റീവാക്കാൻ വേണ്ടി, കൂടുതൽ ക്രിയാത്മകമാക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. കാരണം ഇത് റീൽസിൻ്റെ കാലമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ റീൽസിലൂടെ ആളുകൾക്ക് ലഭ്യമാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മ ഏറ്റവും ചുരുങ്ങിയ സമയത്ത് ലഭ്യമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ നേരം പ്രസംഗിക്കുക എന്നുള്ളതായിരിക്കും ചിലപ്പോൾ ഈ ഞാനടക്കമുള്ള ആൾക്കാർ കുറേ നേരം പലപ്പോഴും അങ്ങനെയാണ്. പക്ഷേ അത് നമ്മളൊക്കെ തിരുത്തി ആ ഒരു കറക്ഷൻ നമുക്കൊക്കെ വേണം. നമ്മൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് വലിയ നന്മ ചുരുങ്ങിയ സമയത്തിൽ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളും അതുപോലെ തന്നെ ഉത്ബോധനങ്ങളൊക്കെ നമ്മൾ നൽകുക എന്നുള്ളതാണ്. കാരണം ഇപ്പോഴത്തെ ചെറുപ്പക്കാരെന്ന് പറയുന്നത് കുറേ നേരം ഒരു കാര്യം കേട്ടിരിക്കാൻ ക്ഷമയുള്ള ആൾക്കാരല്ല. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യണം, അവർക്ക് കേൾക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചുരുങ്ങിയ വാക്കുകളിൽ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ അവരുടെ മനസ്സിൽ പതിയും. അപ്പോൾ നമ്മൾ മതരംഗത്തേക്കും ആൾക്കാർ പോസിറ്റീവായിട്ട് മതരംഗത്തേക്കും കടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന തിന്മകളിൽ നിന്നൊക്കെ മുക്തമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ചെറുപ്പക്കാരും ഈ പറയുന്ന ഉത്ബോധനങ്ങളിലൂടെയൊക്കെ ധാരാളം ഉണ്ടാവുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.